അധികാര ഭ്രാന്ത് മൂത്ത് തമ്മിലടി രൂക്ഷമായ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് കനകോലു എങ്ങോട്ടോ ഒളിച്ചോടി എന്ന ധാര വാർത്തകളാണ് പുറത്തു വരുന്നത്. കനകോലു ആണല്ലോ രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസിന് ഒരുപാട് നൂലാമാലകൾ പഠിപ്പിക്കുകയും പൊള്ളത്തരങ്ങൾ പഠിപ്പിക്കുകയും കള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. കനകോലുവിൻ്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ ഈ കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉറഞ്ഞു തുള്ളിയതും നുണകൾ വാരി വിതറിയതും. ഇപ്പോൾ ജയിക്കും എന്ന കള്ളക്കണക്കും കനകോലുവിൻ്റേത് തന്നെയാണെന്നത് ആണ് പരമാർത്ഥം. എന്നാൽ കനകോലുവിനെ ഈ ഏരിയയിലെങ്ങും കാണാനില്ല. ബംഗളൂരു ആസ്ഥാനമാക്കിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതൊക്കെ പറയുന്നുണ്ടെങ്കിലും കനകോലു കേരളത്തിൻ്റെ രാഷ്ട്രീയ ചർച്ചയിൽ എങ്ങുമില്ല. അയാൾ നാടുവിട്ടു എന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. കാരണം ഇമ്മാതിരി തമ്മിലടി കനകോലു അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. BJPയെ അധികാരത്തിലെത്തിക്കാൻ അക്ഷീണം പരിശ്രമിച്ച ഒരു ഭൂതകാലത്തിൽ നിന്നാണ് കനകോലു കോൺഗ്രസിൻ്റെ ഇലക്ഷൻ നിയന്ത്രിക്കാൻ എത്തുന്നതും പിന്നീട് AICC അംഗമായൊക്കെ മാറുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, കനകോലു പോലും പേടിച്ച് ഓടിയിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ദിവാസ്വപ്നങ്ങൾക്ക് പിന്നാലെയുള്ള ഈ കടിപിടിയിൽ, അധികാര വടംവലിയിൽ. ആദ്യം KC വേണുഗോപാലിനെ സ്തുതിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ്സുകാർ രംഗത്ത് വന്നത്. മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ടും യോഗ്യൻ KC വേണുഗോപാൽ. അത് കഴിഞ്ഞ് VD സതീശൻ രംഗത്തെത്തി. VD സതീശനാണ് മുഖ്യമന്ത്രി എന്നതിന് ശേഷം ഡോക്യുമെൻ്ററികൾ, എന്തിന് വീഡിയോ ആൽബങ്ങൾ പോലും രംഗത്ത് ഇറക്കിയാണ് ഈ ഉൾക്കളി, അതായത് പാർട്ടിക്കുള്ളിലെ അണികളെയും നേതാക്കളെയും വരാൻ MLA ആയി തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള ആളുകളെയും സ്വാധീന വലയത്തിലാക്കാൻ, എനിക്കിത്രയും പിന്തുണയുണ്ട്, എനിക്കിത്രയും ആളുകളുടെ പിന്തുണയുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള നിഗൂഢമായ ശ്രമം, ആക്ഷേപ ഹാസ്യത്തിന് തുല്യമായി അധപ്പതിച്ച ഒരു കോൺഗ്രസ് രാഷ്ട്രീയം. ഇതിനിടയിൽ കനകോലു എങ്ങനെ നിൽക്കും? കനകോലുവിനേക്കാൾ നിപുണന്മാരാണ് രാഷ്ട്രീയ തന്ത്രം മെനയുന്നതിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരെന്ന് കനകോലു മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാകാം ഈ ഒളിച്ചോട്ടം. ഏതായാലും കനകോലുവിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ്, അല്ലെങ്കിൽ മഷീട്ട് നോട്ടമാണ് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലൊക്കെ നടക്കുന്നതെന്ന കരക്കമ്പിയും പ്രചരിക്കുന്നുണ്ട്. കനകോലു എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടിരിക്കാമെന്ന സമാശ്വാസത്തിലാണ് കനകോലുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ. ഇനി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്? നമുക്കറിയാം, നിരന്തരം ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുപെട്ടുകൊണ്ടിരിക്കുകയാണ്. ചൂട് കൂടിയതോടുകൂടി പാമ്പുകൾ മാളത്തിൽ നിന്നിറങ്ങി കുഞ്ഞുങ്ങളെ കടിക്കുന്നു, മുതിർന്നവരെ ആക്രമിക്കുന്നു, പാമ്പ് കടിയേറ്റ് മരിക്കുന്നവരുടെ എണ്ണം കൂടുന്നു. അതുപോലെ പടക്ക നിർമ്മാണശാലയിലെ പൊട്ടിത്തെറി, ഇതൊക്കെ കൊണ്ട് ഒന്ന് അടങ്ങിയിരിക്കുകയായിരുന്നു കോൺഗ്രസ് ലയങ്ങളിലെ ഈ തള്ളലും ഉന്തലുമൊക്കെ. ഇപ്പോൾ അതൊക്കെ ഒന്ന് പതിയെ മാറി വരുമ്പോൾ, ആ വാർത്തയുടെ പ്രാധാന്യം കുറഞ്ഞു വരുമ്പോൾ, വേദന നീറി പടരുമെങ്കിലും വാർത്തയുടെ പ്രാധാന്യം കുറഞ്ഞു വരുമ്പോൾ വീണ്ടും അളപൊട്ടിയ വിഷസർപ്പങ്ങളെ പോലെ കോൺഗ്രസ് നേതാക്കളും ഗ്രൂപ്പുകാരുമൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ആർക്ക് അധികാരം കിട്ടും? ആരാണ് മുഖ്യമന്ത്രി? ചെന്നിത്തല അടങ്ങിയിരുന്നു, ചെന്നിത്തലയും ഇറങ്ങിയിട്ടുണ്ട്. ചെന്നിത്തല പറയുന്നു ഞാനാണ് എല്ലാവരും. അപ്പോഴേ അജയ് തറയിൽ ചുമ്മാ ഇരിക്കും. അജയ് തറയിൽ പറയുന്നു, ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടന്നവൻ, ജലപീരങ്കിയുടെ ജലത്തുള്ളിയെങ്കിലും ദേഹത്ത് വീണവൻ. അങ്ങനെയൊക്കെ KC വേണുഗോപാൽ എന്ന ഒരൊറ്റ മനുഷ്യനേ ഉള്ളൂ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാനെന്നാണ് അജയ് തറയിലൊക്കെ പറയുന്നത്. ഏതായാലും പെട്ടി പൊട്ടിക്കുമ്പോഴറിയാം കോൺഗ്രസ് എന്താകുമെന്ന്. ഇതൊക്കെ വെറും ദിവാസ്വപ്നമാണെന്നാണ് സാധാരണ ജനങ്ങളുടെയും കണക്കുകൂട്ടൽ. കാരണം ഇമാതിരി തമ്മിലടി കണ്ട് മടുത്താണ് ഇടതുമുന്നണിക്ക്, എല്ലുറപ്പുള്ള കരളുറപ്പുള്ള കരുതലുള്ള ഇടതുമുന്നണിക്ക് ജനം വോട്ട് ചെയ്ത് 2 തവണ ഭരണം കൊടുത്തത്. എല്ലുറപ്പുള്ള ഒരു ഭരണം, നട്ടല്ലുറപ്പുള്ള ഒരു ഭരണം കേരളത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും. ആ തിരിച്ചറിവ് കോൺഗ്രസ്സിന് ഇല്ലാതെ പോകുന്നിടത്തു നിന്നാണ് ഈ ഗ്രൂപ്പ് വഴക്കും ഈ തമ്മിലടിയും കുതികാലുമൊക്കെ ഉണ്ടായി വരുന്നത്. ഏതായാലും കനകോലു പ്രാണനും കൊണ്ട് ഓടിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്.